യുഎഇയിലുടനീളം ഇന്ന് മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം. രാജ്യത്തെ മിക്ക പ്രദേശങ്ങളിലും കാലാവസ്ഥയിൽ വലിയ മാറ്റമുണ്ടാകുമെന്നാണ് മുന്നറിയിപ്പ്. ശൈത്യകാലമാണെങ്കിലും അന്തരീക്ഷ മർദ്ദത്തിലുണ്ടാകുന്ന വ്യതിയാനമാണ് മഴയ്ക്ക് കാരണമാകുന്നത്. യുഎഇയിലുടനീളം മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം പുറത്തുവന്ന റിപ്പോർട്ടുകൾ പ്രകാരം രാജ്യത്തെ മിക്ക പ്രദേശങ്ങളിലും കാലാവസ്ഥയിൽ വലിയ മാറ്റമുണ്ടാകുമെന്നാണ് മുന്നറിയിപ്പ്. നിലവിൽ ശൈത്യകാലമാണെങ്കിലും അന്തരീക്ഷ മർദ്ദത്തിലുണ്ടാകുന്ന വ്യതിയാനമാണ് മഴയ്ക്ക് കാരണമാകുന്നത്. അതോടൊപ്പം കഴിഞ്ഞ ദിവസത്തെ അപേക്ഷിച്ച് താപനില ഗണ്യമായി കുറയാൻ സാധ്യതയുള്ളതായും അറിയിച്ചു. ഇത് കാരണം വടക്കു പടിഞ്ഞാറൻ കാറ്റ് ശക്തമാകുന്നതോടെ കടൽ പ്രക്ഷുബ്ധമാകുമെന്നും പൊടിപടലങ്ങൾ കാരണം കാഴ്ചപരിധി കുറയുമെന്നും മുന്നറിയിപ്പിൽ പറയുന്നു. ശൈത്യം കടുക്കുന്നതോടെ രാജ്യത്തെ താപനിലയിൽ 8 ഡിഗ്രി വരെ കുറവുണ്ടാകാൻ സാധ്യതയുണ്ടെന്നാണ് പ്രവചനം. കൂടാതെ പർവ്വത പ്രദേശങ്ങളിൽ തണുപ്പ് മൈനസിലേക്ക് നീങ്ങാൻ സാധ്യതയുള്ളതിനാൽ വിനോദസഞ്ചാരികളും താമസക്കാരും ജാഗ്രത പാലിക്കണമെന്നും മുന്നറിയിപ്പുണ്ട്. പടിഞ്ഞാറൻ മേഖലകളിൽ നിന്ന് വീശുന്ന ശക്തമായ കാറ്റ് മണിക്കൂറിൽ 50 മുതൽ 60 കിലോമീറ്റർ വരെ വേഗതയിൽ വീശാനും സാധ്യതയുണ്ട്. ഈ സാഹചര്യത്തിൽ ഡ്രൈവർമാർ കൂടുതൽ ജാഗ്രത പാലിക്കണമെന്നും അധികൃതർ നൽകിയ മാർഗനിർദ്ദേശങ്ങൾ പാലിക്കണമെന്നും വ്യക്തമാക്കിയിട്ടുണ്ട്. അറേബ്യൻ ഗൾഫിലും ഒമാൻ കടലിലും തിരമാലകൾ ഉയരാൻ കാരണമാകുന്നതിനാൽ മത്സ്യത്തൊഴിലാളികൾക്കും വിനോദസഞ്ചാരികൾക്കും ജാഗ്രതാ നിർദ്ദേശം നൽകി. കാറ്റ് കാരണം തുറന്ന പ്രദേശങ്ങളിലെ ദൃശ്യപരത കുറയുമെന്നും രാത്രികാലങ്ങളിലും പുലർച്ചെയും അന്തരീക്ഷ ഈർപ്പം വർദ്ധിക്കുന്നത് കാരണം കനത്ത മൂടൽമഞ്ഞുണ്ടാകാൻ സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ കേന്ദ്രം വ്യക്തമാക്കിയിട്ടുണ്ട്. അതേസമയം യുഎഇയിലെ ശൈത്യകാലം തീവ്രമായ ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. ശബാത്ത് സീസൺ തുടങ്ങുന്നതോടെ അതിതീവ്രമായ തണുപ്പാണ് യുഎഇയിൽ അനുഭവപ്പെടുക. കൂടാതെ ജനുവരി പകുതിയോടെ ആരംഭിച്ച് ഫെബ്രുവരി 10 വരെ നീണ്ടുനിൽക്കുന്ന സീസണാണ് ശബാത്ത്. ശബാത്ത് ആരംഭിച്ചാൽ ഉൾനാടൻ പ്രദേശങ്ങളിലെ താപനില പുലർച്ചെ 8 ഡിഗ്രി സെൽഷ്യസിന് താഴെയായി കുറയുകയും ചില പ്രദേശങ്ങളിൽ 5 ഡിഗ്രി സെൽഷ്യസിന് താഴെയായി കുറയാൻ സാധ്യതയുണ്ടെന്നും റിപ്പോർട്ടുകളുണ്ട്. കൂടാതെ സൈബീരിയയിൽ നിന്നും ആർട്ടിക് മേഖലയിൽ നിന്നും വീശിയടിക്കുന്ന ശക്തമായ തണുത്ത കാറ്റ് ഗൾഫ് മേഖലയിൽ എത്തുന്നതാണ് ഈ കൊടും തണുപ്പിന് കാരണം. ഇന്റർനാഷണൽ ഡെസ്ക് സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.